നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി. പവേർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ജമ്മു കാശ്മീരിൽ ഏറ്റുമുട്ടൽ, 2 ഭീകരരെ സുരക്ഷാസേന വധിച്ചു. ജമ്മു കാശ്മീരിലെ കിഷ്ത്വാറിൽ 2 ഭീകരവാദികളെ സുരക്ഷാസേന ഏറ്റുമുട്ടലിൽ വധിച്ചു. സിംഗ്പൂരിലെ ഛത്രൂ മേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ദേശത്ത് സുരക്ഷാസേനയുടെ തിരച്ചിൽ തുടരുന്നു. മേഖലയിൽ 4 ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അർദ്ധരാത്രിയോടെ തിരച്ചിൽ ആരംഭിച്ചത്. രാവിലെ 6:30ഓടെ ഭീകരർ സുരക്ഷാസേനയ്ക്ക് നേരെ വെടിയുതിർത്തതോടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. ദേശീയപാതയിലെ തകർച്ച, KNR കൺസ്ട്രക്ഷൻസിനെ ഡീബാർ ചെയ്ത് കേന്ദ്രം. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയുടെ പശ്ചാത്തലത്തിൽ കടുത്ത നടപടിയുമായി കേന്ദ്രം. റോഡ് നിർമ്മാണത്തിന് കരാറെടുത്ത KNR കൺസ്ട്രക്ഷൻസ് കമ്പനിയെ കേന്ദ്രം ഡീബാർ ചെയ്തു. കേന്ദ്ര ട്രാൻസ്പോർട്ട് മന്ത്രാലയത്തിന്റേതാണ് നടപടി. കൺസൾട്ടന്റായ ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കും വിലക്കേർപ്പെടുത്തി. KNR കൺസ്ട്രക്ഷൻസിന് ഇനി തുടർ കരാറുകളിൽ പങ്കെടുക്കുവാൻ സാധിക്കില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി. +2 പരീക്ഷാഫലം 77.81% വിജയം. ഉപരിപഠനത്തിന് അർഹത നേടിയത് 2,88,394 പേർ. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു. 77.81% +2 പരീക്ഷയുടെ വിജയശതമാനം. 3,70,642 പേർ പരീക്ഷ എഴുതിയതിൽ 2,88,394 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 30,145 കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. മുൻ വർഷത്തേക്കാൾ ഇത്തവണ വിജയശതമാനത്തിൽ കുറവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷം 78.69 ആയിരുന്നു വിജയശതമാനം. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല 1-ാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ രൗദ്രഭാവം. സിന്ദൂരം തുടച്ചു നീക്കിയവരെ ചാരമാക്കി മാറ്റി പ്രധാനമന്ത്രി. പഹൽഗാം ആക്രമണത്തിനും അതിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയായ ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം ആദ്യമായി രാജസ്ഥാൻ സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം ആർക്കു മുൻപിലും തലകുനിക്കില്ലെന്ന് വ്യക്തമാക്കിയ മോദി, സിന്ദൂരം മായ്ക്കാൻ ശ്രമിച്ചവരെ അവരുടെ മണ്ണിൽ പോയി നശിപ്പിച്ചെന്ന് രാജസ്ഥാനിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇന്ത്യയുടെ രൗദ്രഭാവമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. സിന്ദൂരം തുടച്ചു നീക്കിയവരെ ചാരമാക്കി നമ്മൾ മാറ്റി. നീതിയുടെ പുതിയ രൂപമാണ് ഈ ഓപ്പറേഷൻ. ആദ്യമായി ഭീകരരുടെ ഹൃദയത്തിൽ തന്നെ പ്രഹരമേൽപ്പിക്കുവാൻ രാജ്യത്തിന് സാധിച്ചുവെന്നും മോദി പറഞ്ഞു. റാപ്പ് ചെയ്യുന്നത് എന്തിനാണെന്ന ചോദ്യം ജനാധിപത്യ വിരുദ്ധം. താൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെ ഭയക്കുന്നു. KP ശശികലയ്ക്കെതിരെ വേടൻ. തനിക്കെതിരെയുള്ള KP ശശികലയുടെ അധിക്ഷേപ പരാമർശത്തിൽ പ്രതികരണവുമായി റാപ്പർ വേടൻ. റാപ്പ് ചെയ്യുന്നത് എന്തിനാണ് എന്ന ചോദ്യം ജനാധിപത്യ വിരുദ്ധമാണ്. ദളിതർ ഇത് ചെയ്താൽ മതിയെന്ന തിട്ടൂരമാണ് KP ശശികലയുടെ പ്രസ്താവന. താൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെ ഭയക്കുന്നതുകൊണ്ടാണ് ഈ പരാമർശമെന്നും റാപ്പർ വേടൻ പ്രതികരിച്ചു. മഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസ്, സൗബിൻ ഉൾപ്പെടെ തിരിച്ചടി. കേസ് റദ്ദാക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. മഞ്ഞുമൽ ബോയ്സ് സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പിൽ നിർമ്മാതാക്കൾക്ക് തിരിച്ചടി. കേസ് റദ്ദാക്കണമെന്ന നിർമ്മാതാക്കളുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. അന്വേഷണം തുടരുമെന്ന് കോടതി നിർദ്ദേശിച്ചു. ED ഉദ്യോഗസ്ഥൻ ഉൾപ്പെട്ട കോഴ കേസ്, 3 പ്രതികൾക്ക് ഉപാധികളോടെ ജാമ്യം. ED ഉദ്യോഗസ്ഥൻ മുഖ്യപ്രതിയായ കോഴ കേസിൽ 3 പ്രതികൾക്കും ഉപാധികളോടെ ജാമ്യം. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയാണ് ജാമ്യം നൽകിയത്. കേസിൽ 2, 3, 4 പ്രതികളായ വിൽസൺ, മുകേഷ് മുരളി, രഞ്ജിത്ത് എന്നിവരുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് ജാമ്യം അനുവദിച്ചത്. അടുത്ത 7 ദിവസവും മൂവരും അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകണം. കേസ് അന്വേഷണ സംഘവുമായി സഹകരിക്കണം. കസ്റ്റഡി നീട്ടി നൽകണമെന്ന അന്വേഷണത്തിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. റോഡ് തകർന്ന സംഭവം UDF സാഹചര്യത്തെ സുവർണാവസരമാക്കിയെന്ന് മന്ത്രി റിയാസ്. മഴ പെയ്യിച്ചത് UDFO എന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ.
മലപ്പുറത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത തകർന്ന സംഭവത്തിൽ ഫേസ്ബുക്കിൽ പോര് തുടരുന്നു. ദേശീയപാത വികസനം മുടക്കിയത് UDF എന്ന് മന്ത്രി റിയാസ് ഫേസ്ബുക്കിലൂടെ ആരോപിച്ചതിന് പിന്നാലെ ഫേസ്ബുക്കിലൂടെ തന്നെ രാഹുൽ മാങ്കുടത്തിൽ MLA മറുപടി നൽകിയതോടെയാണ് ചർച്ചകൾ സജീവമായത്. UDF സാഹചര്യത്തെ സുവർണാവസരമാക്കിയെന്ന് മന്ത്രി റിയാസ് ആരോപിച്ചപ്പോൾ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കരുത് എന്നായിരുന്നു രാഹുലിന്റെ മറുപടി പോസ്റ്റ്. ദേശീയപാതകളുടെ ക്രെഡിറ്റും ഉത്തരവാദിത്തവും ആർക്കെന്ന ചർച്ചകൾക്ക് പിന്നാലെയാണ് ദേശീയപാത വികസനം തടഞ്ഞതാരെന്ന തരത്തിലും ചർച്ചകൾ നടക്കുന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.